അർജുൻ ആയങ്കി എന്നയാളുടെ രാഷ്ട്രീയം, അയാളുടെ ഇടപെടൽ, ഒരു ഗുണ്ടാസംഘ നീക്കം, സ്വർണം പൊട്ടിക്കൽ കേസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം ചില രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. മുമ്പത് CPM-ൻ്റെ ഭാഗമായിരുന്നു, അവർ അതിന് പഴി കേട്ടതാണ്. എന്നാൽ CPM പൂർണ്ണമായും തള്ളുകയാണ്. അർജുൻ ആയങ്കിയെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ ഞങ്ങൾക്ക് ഒരു ബന്ധമില്ലെന്ന കാര്യം നിലപാടെടുക്കുകയാണ്. ഇനി പിടിയിലാവുന്ന അർജുൻ ആയങ്കിക്ക് എന്തെങ്കിലും പുതിയ വെളിപ്പെടുത്തൽ നടത്താനുണ്ടോ? സർക്കാരിനെ സംബന്ധിച്ച് എത്ര കണ്ട് ആശ്വാസകരമാണ് ഇത്? കാരണം ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നീക്കം കൂടിയായിരുന്നല്ലോ. തൃശ്ശൂരിൽ അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കൂടി ഉണ്ടാവുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? സൈത്ത് വെറും 10 വർഷം കൊണ്ടാണ് ഈ തരത്തിൽ ഒരു പാർട്ടി പ്രവർത്തകനായി എത്തുന്നു. അതിനുശേഷം ഈ ഒരു കുപ്രസിദ്ധ ഗുണ്ടയായി മാറുന്ന അർജുൻ ആയങ്കിയുടെ വളർച്ച. 2015-ലാണ് അർജുൻ ആയങ്കി DYFI ഉൾപ്പെടെയുള്ള ഈ യുവജന സംഘടനകളിലേക്ക് എത്തുന്നത്. തുടക്കത്തിൽ തന്നെ അക്രമ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നടപടികളിലേക്ക് ആയങ്കി ചെന്നുപെട്ടിരുന്നു. തുടക്കത്തിൽ BJP പ്രവർത്തകരെ ആക്രമിച്ച സംഭവമുണ്ട്. 2 BJP പ്രവർത്തകരെ 2017-ൽ വധിക്കാൻ ശ്രമിച്ചതിന് കേസെടുക്കുകയും അതിൽ 5 വർഷത്തെ ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധപ്പെടുന്ന നിലയിലേക്ക് പോയി. TP വധക്കേസിലെ പ്രതികളടക്കമുള്ളവരുമായി, കൊടിസിനി ഉൾപ്പെടെയുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് സ്വർണ്ണക്കടത്തിലേക്ക് തിരിയുകയുമായിരുന്നു. ഇതോടുകൂടിയാണ് പൂർണ്ണമായും ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക്, ക്രിമിനൽ വഴിയിലേക്ക് ആയങ്കി ചെന്നുപെടുന്നത്. തുടർന്ന് ഇതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ DYFI ആയങ്കിയുടെ അംഗത്വം എടുത്ത് കളയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് 2021-ലാണ് ഈ കുപ്രസിദ്ധമായ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഉൾപ്പെടുന്നത്. അന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്ത് സംഘം എത്തുന്നു. ഇവർക്ക് ചോർന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയങ്കി ഉൾപ്പെടുന്ന സ്വർണം പൊട്ടിക്കൽ സംഘം, അതായത് അനധികൃതമായി നിയമവിരുദ്ധമായി കൊണ്ടുവരുന്ന സ്വർണം അത് കടത്തുമ്പോൾ അവരിൽ നിന്ന് തട്ടിയെടുക്കുന്ന മറ്റൊരു സംഘമായി, അവരെക്കാൾ വലിയ ക്രിമിനൽ സംഘമാണ് ഈ പൊട്ടിക്കൽ സംഘം. അതിൻ്റെ ഭാഗമായി ആയങ്കി എത്തുന്നത്. അവിടെ വലിയ ചേസിംഗ് ഉണ്ടാകുന്നു. ഈ കാറുകൾ മത്സര ഓട്ടം നടത്തുമ്പോൾ ഈ സ്വർണം കൊണ്ടുവന്ന സംഘം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയും അന്ന് 5 പേർ ആ അപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതോടുകൂടിയാണ് വീണ്ടും ആയങ്കി വാർത്തകളിൽ കൂടുതൽ ഇടം പിടിക്കുന്നത്, ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നത്. തുടർന്ന് പലവിധ കേസുകൾ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക്, ഇങ്ങനെ എറണാകുളം ജില്ലയിലെ 2 ഉദ്യോഗസ്ഥരെ, CI-മാരെ പെൻഷൻ വാങ്ങി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിലൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും ഒടുവിൽ പോലും ആയങ്കി പോലീസിനെ ഈ ഫേസ്ബുക്കിലൂടെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നത് ആയങ്കിയുടെ സഹോദരനാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ തുടരെ പോലീസിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ, പിടിക്കാമെങ്കിൽ പിടിക്കൂ എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ. മറ്റൊന്ന്, താൻ സുപ്രീം കോടതിയിൽ പോയായിരുന്നാലും മുൻകൂർ ജാമ്യമെടുക്കും, അതിനു മുൻപ് തന്നെ പിടികൂടാൻ കഴിയുമെങ്കിൽ പിടികൂടൂ എന്ന തരത്തിലുള്ള വെല്ലുവിളികൾ, ഇതെല്ലാം തന്നെ ആയങ്കിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 30 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരനാണ്. അതിനിടയിലാണ് ഇത്രയധികം ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുന്നത്. മറ്റൊന്ന്, CPM-നെ സംബന്ധിച്ച് ഇത്തരക്കാർ വലിയ തലവേദനയായി മാറുന്നുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ G. സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഈ പൊളിറ്റിക്കൽ ക്രിമിനലിസം, അതൊരു പക്ഷേ ഈ ഒരേ പാർട്ടിയിലുള്ളവർ തന്നെ തർക്കമുണ്ടാകുമ്പോൾ അവരെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള കാര്യമായാണ് സുധാകരൻ പറഞ്ഞത്. സുധാകരന് നേരെ ആ തരത്തിൽ ഫേസ്ബുക്കിൽ വലിയ തോതിൽ ആക്രമണമുണ്ടായി. ഈ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിൽ സജീവമായിരുന്നു ആയങ്കി. ആകാശ് തില്ലങ്കേരി പോലുള്ള ആളുകൾ PJ ആർമിയുടെ ആദ്യത്തെ മുൻനിര പോരാളികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പേജുകൾ കൈകാര്യം ചെയ്തിരുന്നു. പിന്നീട് CPM-ൻ്റെ തന്നെ സൈബർ ഗ്രൂപ്പുകൾ, പല ഗ്രൂപ്പുകൾ ഇവർ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് എത്തി. ജയരാജൻ്റെ ഗ്രൂപ്പ് മാത്രമല്ല, പല ഗ്രൂപ്പുകളും ഇവർ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് എത്തി. അങ്ങനെ കീബോർഡ് വിപ്ലവം എന്ന നിലയിലേക്ക് തന്നെ ഈ പ്രവർത്തനങ്ങൾ മാറുന്നൊരു കാലഘട്ടമുണ്ട് സജിത്ത്. ഇതൊന്നും തന്നെ വർഗ്ഗസമരത്തിൻ്റെ പേരിലോ വിദ്യാർത്ഥി സമരത്തിൻ്റെ പേരിലോ ഏതെങ്കിലും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി തെരുവിലിറങ്ങി ലാത്തിച്ചാർജോ മർദ്ദനമോ ഏറ്റതിൻ്റെ പേരിലോ അല്ല. ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്നു, അതിന് പാർട്ടിയെ മറയാക്കുന്നു. അങ്ങനെ പാർട്ടിയുടെ പ്രവർത്തകരെന്ന് എളുപ്പത്തിൽ ഒരു പേര് ലഭിക്കാനുള്ള ഇപ്പോഴത്തെ ഏറ്റവും നല്ല മാർഗം സോഷ്യൽ മീഡിയയിൽ പാർട്ടിക്ക് വേണ്ടി കുറിപ്പുകൾ എഴുതുക, യുവാക്കളെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള കുറിപ്പുകൾ എഴുതുക, എതിരാളികളെ വാക്കുകൾ കൊണ്ട് നിരമ്പരിശാക്കുക. ഇത് കീബോർഡ് വിപ്ലവമാണ്. ഇത് ഈ നാട്ടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മാറ്റം, പ്രകടമായ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ളൊരു തലമുറയുടെ പ്രതിനിധിയായി ആയങ്കി മാറി. ഇത് CPM ഈ അപകടം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ ആയങ്കിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. ആയങ്കി അറിയില്ല, ആയങ്കിക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ ആകാമെന്ന നിലയ്ക്ക് പിണറായി വിജയന് തന്നെ പറയേണ്ടി വന്നു. പക്ഷേ പിണറായി വിജയൻ പോലും പറയേണ്ട തരത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ
ഇങ്ങനെ ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിലൂടെ വളർന്നു വന്നു. പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വർഷം മുഖ്യമന്ത്രിയായ, അതിനു മുൻപ് പാർട്ടി സെക്രട്ടറിയായി ദീർഘകാലം ഇരുന്ന പിണറായി വിജയന് പോലും ഇങ്ങനെ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടി വരുന്നു എന്നത് തന്നെയാണ് CPM-ൻ്റെ ഏറ്റവും പ്രതിസന്ധി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. MV ജയരാജൻ കഴിഞ്ഞ ദിവസവും ആയങ്കിക്കെതിരെ നിലപാടെടുത്തിരുന്നു. തൂഫാനെ പോലെ തൂക്കണം എന്നാണ് MV ജയരാജൻ്റെ വാക്കുകൾ വന്നത്. അതിന് പിന്നാലെ ആയങ്കി MV ജയരാജനെ വിമർശിച്ചുകൊണ്ടും പോസ്റ്റ് ഇട്ടു. പിന്നിൽ നിന്ന് കുത്തരുത് എന്നതായിരുന്നു ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. പാർട്ടിക്ക് വേണ്ടിയുള്ള ചില സംഘർഷങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരത്തിലൊരു പോസ്റ്റ്. അതായത് ഒന്നോ രണ്ടോ അക്രമ സംഭവങ്ങൾ, പാർട്ടിക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുകയും പിന്നീട് എന്ത് കാര്യം ചെയ്താലും ആ ഒരു ലേബലിൽ, ആ ഒരു മറയിൽ, ആ ഒരു തണലിൽ പാർട്ടിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാലവും സുരക്ഷിതരായി കഴിയാമെന്നുള്ള ചിന്താഗതി, അത് വലിയ അപകടം ചെയ്യും, പാർട്ടിക്ക് അപകടം ചെയ്യും, അത് പ്രത്യയശാസ്ത്രത്തിന് അപകടം ചെയ്യും, പാർട്ടിയെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഏതായിരുന്നാലും CPM ആ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആയങ്കിയുടെ കാര്യത്തിൽ കൈകഴുകിയത്. പാർട്ടിയുടെ സംരക്ഷണം ലഭിക്കാതെ ആയതോടെ ആയങ്കി കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോയി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒറ്റയ്ക്ക് അഭിഭാഷകയെ കാണേണ്ടി വരുന്നതും കൂടെ അധികം കൂട്ടാളികളില്ലാതെ പോയതും ഒരു രാഷ്ട്രീയ സംരക്ഷണം ആയങ്കിക്ക് കിട്ടാതെ പോയതും. സജിത്ത്, അതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.